നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മളെ കസ്റ്റമറെ കൊണ്ട് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യിപ്പിച്ച് അതുവഴി കൂടുതൽ കസ്റ്റമർ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് മത്സരങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, റിവ്യൂസ്, ഫോട്ടോസ്, അൺബോക്സിംഗ് വീഡിയോസ് ഇതെല്ലാം ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇങ്ങനെ മത്സരം വെക്കുന്ന സമയത്ത് ഒരു ക്ലിയർ ഗൈഡ് ലൈൻസ് കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ ഈ മത്സരത്തിലേക്ക് ഏത് ടൈപ്പ് കണ്ടന്റുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ വീഡിയോസ് ആണോ, ഫോട്ടോസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകളാണോ? ഇനി വീഡിയോസ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രയാണ് വരേണ്ടത്, ഫോട്ടോസ് ആണ് അതിൻ്റെ സൈസ് എന്താ, നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമർക്ക് പാസ് ചെയ്തിരിക്കണം. രണ്ടാമതായി കൊണ്ട് #ടാഗ് കസ്റ്റമർ കൊടുക്കണം. ഈ #ടാഗ് വെച്ചിട്ട് വേണം അവർ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതായി കൊണ്ട് ഈ മത്സരത്തിന് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ മത്സരം ആയതുകൊണ്ട് തന്നെ ഈ കണ്ടന്റുകൾ പല ആളുകൾക്കും ഷെയർ ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബ്രാൻഡ് കൂടുതൽ ആളുകളിലേക്ക് എത്തും. രണ്ടാമതായി കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല കണ്ടന്റുകൾ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നാലാമതായി കൊണ്ട് ഈ മത്സരത്തിൽ നല്ല സമ്മാനങ്ങൾ നൽകുക. നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്തത് ആ പ്രോമിസ് സമ്മാനം അതുപോലെ തന്നെ കൊടുക്കുക. ഒരിക്കലും സമ്മാനത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. യൂസേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മളെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാം കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.